ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഷവർമയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് മുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും തന്നെ പറയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുൻപേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു ഷവർമ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാണ് നിങ്ങളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ചെടുത്ത പാട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പരത്തിയെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തിയുടെ ആ ഒരു കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കനത്തിൽ നമ്മൾ മാക്സിമം ഇത് പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ളൊരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. അധികം വലുതായിട്ട് നിങ്ങൾ മുറിച്ചെടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു അളവിലോ അല്ല ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് മുറിച്ചെടുത്തതിന് ശേഷം ഈ മാവ് കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് വീണ്ടും പരത്തിയിട്ട് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വേണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പരത്തി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു പൂരി എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഗ്ലാസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിന് ഒട്ടി നിൽക്കും. എന്നിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കണം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. കുറച്ച് വലുപ്പമുള്ള ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്ലാസ്സിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇതിലെ എണ്ണ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഗ്ലാസിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഇതുപോലെ അങ്ങ് ഓയിലാക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മാവ് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിൽ നിന്നും വിട്ട് കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് ഇളകി വന്നാൽ നമുക്ക് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയി വന്നാൽ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ മാവും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയ മുട്ടയാണ് വേണ്ടത് നമുക്ക്. ഈ മുട്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മുട്ടയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയെടുക്കാവുന്നതാണ്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ 2 മുട്ടയും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കണം. പാൻ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടെ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും അധികം ഡ്രൈ ആയി പോകരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായി മുറിച്ച ക്യാബേജ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി കൂടെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കോ ഇതുപോലെ തന്നെ മുറിച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മസാലയൊന്നും അധിക സമയം വഴറ്റിയെടുക്കരുത്. 2 മിനിറ്റ് മാത്രമേ വേണ്ടൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോ പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മിക്സായി കിട്ടിയാൽ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് ചൂടാറി വന്നാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയുടെ അളവ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിന് കണക്കായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇവിടെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലൊരു ഷവർമയാണിത്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്.